കിച്ചു അമ്മ പോവാണേ. വന്നിട്ട് നമുക്ക് കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, പരിപാടി എല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം അങ്ങനെ പറയല്ലേ രേണു, ഇത് നിന്നെ ബാധിക്കുന്ന കാര്യമാണ്, നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസും ആൾക്കാർ ചെയ്യുമ്പോഴത്തേന് അതിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയും അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളൊക്കെ എടുത്തു നോക്കാനായിട്ട് ത്വര കാണിക്കുന്ന നീ ഇതുപോലുള്ള വീഡിയോസും കൂടെ കാണണം കേട്ടോ. ഇതിനെതിരെയും കൂടെ പ്രതികരിക്കാനായിട്ട് നിൽക്കണം. ഈ ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് വന്ന് നിന്നതിന് ശേഷം രേണു ഇപ്പോഴായിരിക്കും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നത്. അത് ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മ കൃത്യമായിട്ട് തന്നെ കറങ്ങി തിരിഞ്ഞടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നാണ് നമ്മൾ അവസാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എവിടെയാണ്? അങ്ങ് റാസൽ കൈമയിലാണ്. എന്തിനാണ് പോയത്? ഏതോ ചാരായ ഷാപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിങ്ങനെ ഓടി നടക്കുമ്പോഴും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് മരിച്ചുപോയ ഭർത്താവിനെ വീണ്ടും പിടിച്ചിട്ടുണ്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്നൊരു ഡയലോഗ് നീ ആൾക്കാരുടെ കൂടെ നിന്ന് കോമഡി രൂപേണ എടുത്ത് കാണിക്കുമ്പോഴും നീ ആലോചിക്കണമായിരുന്നു അയാൾക്കൊരു മൂത്ത മകനുണ്ടെന്നും ആ മകൻ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ആ മകനെ കുറച്ച് നാൾ വാലിനകത്ത് ചവിട്ടിപ്പിടിച്ച് നിർത്തി. എന്തുകൊണ്ട്? അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യം നാട്ടുകാരുടെ മൊത്തം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവനായിട്ട് വന്ന് മാപ്പുസാക്ഷിയായിട്ട് അവന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്കിനെ അവൻ പറഞ്ഞതിന് അക്സെപ്റ്റൻസ് കൂടി. കാരണം എന്താണെന്നറിയോ? കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ടും ആ വ്യക്തിയുടെ പേര് ഒരു സ്ഥലത്ത് പോലും ഡ്രാഗ് ചെയ്ത് ഇടാതെയും ആ വ്യക്തിയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ ഫെയിമിലേക്ക് വരാൻ ശ്രമിക്കാത്തൊരു മകനാണ് കിച്ചു. നിന്നെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റാ. കൊല്ലം സുധി, ആ ഒരു സുധി എന്ന് പറഞ്ഞ പേരിന്റെ ബാക്കിലോട്ട് കിട്ടിയപ്പോഴത്തേക്കിന് രേഷ്മ ഈ തങ്കച്ചൻ എടുത്ത് കളഞ്ഞിട്ട് രേണുവാക്കി അതിന്റെ പുറത്ത് ഈ സാധനം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അത് വെച്ചോണ്ട് ഇന്ന് ഈ നിമിഷം ഈ ഒരു കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടാനുണ്ടായ സാഹചര്യവും അത് തന്നെയാണ്. അത് വെച്ചിട്ടുള്ള റീച്ചാണ് ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പിന്നെ കണ്ടന്റോളികളെന്നതും പറഞ്ഞ് വലിയ 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 നന്മയോളിയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നീ ഈ കണ്ടന്റോളികൾ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ നന്മയോളി കാണിച്ചിട്ട് നന്മ പരിപാടികളാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടന്റോളികൾക്ക് കണ്ടന്റ് ഇട്ട് കൊടുത്ത നന്മയോളി പരിപാടി നടത്തിയത്. ഓക്കെ, അതും കൂടെ നീ വലിയ വലിയ മഹത് വ്യക്തിയാണെന്നും മദർ തെരേസയ്ക്ക് തുല്യമാണെന്നുള്ള രീതിയിലുള്ള ഒന്നും കൊണ്ട് വെക്കണ്ട കേട്ടോ. കാണിച്ചു കൂട്ടിയ കാര്യം എന്താണെന്നും കാണിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നും കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അവസാനം സഖി കെട്ട് പൊറുതി മുട്ടി നിന്റെ എക്സ്ക്ലൂസീവ് കൂടെ വന്ന് നീ ഈ പേര് വെച്ച് വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ആ ചെറുക്കൻ ഗതി കെട്ടിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങൾക്കും കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ രേണുവിന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ വേണേൽ അതിന്റെ ഒരു 2 ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കിച്ചു അമ്മ പോവാണേ. വന്നിട്ട് നമുക്ക് ചാറ്റിന്റെ കാര്യം നോക്കാവേ. ശരി പറഞ്ഞു, ശരി. പറ. രേണു, നീ ഈ കാണിക്കുന്ന വെറും നാണമില്ലാത്ത പരിപാടിയല്ലായിരുന്നു. വന്നിട്ട് നമുക്ക് ടാറ്റുവിന്റെ കാര്യം നോക്കാമേ. അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തോ അവന് ടാറ്റു അടിക്കാൻ ഞാനാണ് പൈസ കൊടുക്കുന്നത്, ഞാനാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്. അയ്യ, അങ്ങ് കാണിച്ചു കൊടുക്കുമായിരുന്നു. വന്നിട്ട് നമുക്ക് ടാറ്റു അടിക്കാം, അതും ലൗഡ് സ്പീക്കർ ഇട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട്. നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ മകളുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ ഫോൺ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളത് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ട് കേക്കൂ കേക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ, റെഡ് എഫ് എം, ഇങ്ങനെയാണോ കളിക്കുന്നത്? ഇതൊക്കെ തന്നെ പ്രഹസനമല്ലേ? ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ വലിയ മഹത് വ്യക്തിയാണെന്ന് കാണിക്കാനുള്ള തെറ്റിദ്ധാരണ പടർത്തിയതല്ലേ? ഇതെല്ലാം ആ പയ്യന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ മരണത്തെ തുടർന്നുണ്ടായ ഇവരുടെ ഒരു വാഹനയാത്രയും ആ അടക്കത്തെ തുടർന്നുണ്ടായി ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ആ അടക്കത്തിലുള്ള ദുരൂഹത്തെ സഹിതം ഞാൻ ഈ വീഡിയോക്കകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് പോരാഞ്ഞിട്ട് ഇവരുടെ ഒരു മെത്തേഡ് ആക്ടിങ് ഉണ്ടായിരുന്നില്ല. ആ മെത്തേഡ് ആക്ടിങ് ആണ് കിച്ചു ഈ പറഞ്ഞതുമായിട്ട് എനിക്ക് താരതമ്യം ചെയ്യുമ്പോൾ അത്രയധികം മനസ്സിൽ കൊണ്ടൊരു കാര്യം. എവിടെ? ബിഗ് ബോസിൽ കണ്ണു കാണാത്ത തത്തമ്മ എടുത്തു വെച്ചിട്ടുള്ള ചേച്ചിയുടെ ഒരു മെത്തേഡ് ആക്ടിങ് ഉണ്ടായിരുന്നല്ലോ, അത് വളരെ ഗംഭീരമായിരുന്നു. എൻ്റെ പൊന്നു തത്തമ്മ, എൻ്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ, ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം. എൻ്റെ അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. അമ്മയുടെ പൊന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ കിച്ചു, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് ആ ചെറുക്കൻ വന്ന് പറഞ്ഞ് കാണുന്ന കാര്യങ്ങളും കാണുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കോള് വിളിക്കുന്ന എങ്ങനെയാണെന്നും. ഞാനും അമ്മയും തമ്മിൽ അങ്ങനെ ബന്ധമില്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾക്കില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല.
തത്തമ്മേ പൂച്ച പൂച്ച. അയ്യോ, നീ നിന്റെ സ്വന്തം റീച്ചിനും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും നിന്റെ ഫെയിമിന് വേണ്ടി ഓരോ കോണ്ടന്റുകൾ ഇട്ടുകൊടുത്തു. എവിടെങ്കിലും ഒരിടത്ത് നിനക്ക് പിടി വീഴുമെന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. അത് കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി, മരിച്ചുപോയ വ്യക്തി മുകളിൽ ഇരുന്ന് കണ്ടുകൊണ്ട് സ്വന്തം മകന്റെ രൂപത്തിൽ മകനോട് പറഞ്ഞ് ഏൽപ്പിച്ച് ആ സാധനം എടുത്ത് പുറത്തോട്ട് ഇട്ട് കൊടുത്തതാ. അത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മുതൽ വീഡിയോ കാണുന്നവർക്ക് കൺഫേം ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ തന്നെയാണ്. നിന്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്താനും നീ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങളാണെന്ന് നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തരാനും നീ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയുകയും കാണിക്കുകയും ചെയ്യുന്നത് നിന്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് നീ കാണിക്കുന്ന കുറച്ചധികം പ്രഹസനങ്ങൾ മാത്രമാണെന്നും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് നിനക്ക് ഇട്ടു തന്നൊരു കാര്യം തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ ദാണ്ട് ഈ കിച്ചു ഈ പറയുന്ന ഒരു ക്ലിപ്പ് കാണിക്കുക. അതിനുശേഷം ചേച്ചി കരയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കരയുന്നതിനകത്ത് ഇവർക്കെതിരെ തന്നെ നമുക്ക് സംസാരിക്കാനും ആ കരയുന്നതിനകത്ത് വലിയ 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 നല്ല കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇങ്ങനെ സംസാരിച്ച് നോക്ക്, നിന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, അതായത് കൊല്ലം സുധി മരിച്ചതിന് ശേഷം ആ ഫ്രോഡ് പള്ളിയിൽ അച്ഛൻ, നിങ്ങൾക്കറിയാലോ കേസിൽ പെട്ട് അകത്ത് പോയ ആ ഫ്രോഡ് പള്ളിയിൽ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന ആ നാറിയുടെ ഒരു ചർച്ച ഉണ്ടാക്കി വെച്ചിട്ട് ആ ചർച്ചിനകത്ത് കൊണ്ടുപോയിട്ട് കൊല്ലം സുധിയെ അടക്കിയിരിക്കുന്നത്. അടക്കിയതിന് 1 ലക്ഷത്തിന് മേളിലൊരു ബില്ലും കൂടെ കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഹിന്ദു സമൂഹത്തിൽ ജീവിച്ച ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുപോയിട്ട് ഇവർ എന്തിന്റെ കാര്യത്തിലാണ് ചെയ്തതെന്ന് ആർക്കും ഒരു ഐഡിയ ഇപ്പോഴും കിട്ടിയിട്ട്, ചിലപ്പോൾ സുധിച്ചേട്ടന് പോലും ഇപ്പോഴും ഒരു ഐഡിയ കാണത്തില്ലായിരിക്കും അത് എന്തിനു വേണ്ടി ചെയ്തെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു കാര്യം ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ ചെയ്തിട്ട് ഈ ചെറുക്കൻ്റെ കയ്യിൽ കൊണ്ടിട്ട് 1.5 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്തേക്കുന്നു. ഈ ബില്ല് അങ്ങ് അടച്ചേക്ക് കല്ലറ ഉണ്ടാക്കിയതിൻ്റെയാണെന്ന്. അപ്പം നാണമില്ലല്ലോടാ നീയൊക്കെ ചെയ്ത പരിപാടിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കെ, ഒരാളുടെ ശവശരീരം വിറ്റ് ജീവിക്കാനായിട്ട് വീണ്ടും തുനിഞ്ഞിറങ്ങിയ ആ ഒരു രേണുവിൻ്റെ മാനസികാവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ രേണുവിൻ്റെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതിനുശേഷം ഈ പയ്യനെ ഒറ്റപ്പെട്ട് ജീവിച്ച് ആരും സപ്പോർട്ട് ഇല്ലാതെ നിന്നൊരു സമയത്ത് അവൻ ഡ്രഗ്സിന് അടിമപ്പെട്ടു എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും പിടിച്ചു വലിച്ച് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട മാതാപിതാക്കളെ, അല്ലെങ്കിൽ പിതാവില്ല, ഓക്കെ മാതാവ് എന്ത് ചെയ്ത് ആ ഒരു കാര്യം യൂസ് ചെയ്തത് നീ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമെന്ന്. കാരണം രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും അത് റീച്ചാ, ജനങ്ങൾക്കിടയിലേക്ക് എത്തും, നീ അതിനകത്ത് തകരും, നിന്റെ കരിയർ തകരും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി ഒരു സൈഡിൽ ചവിട്ടി മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ചവിട്ടി മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട കോൾ ഉണ്ടല്ലോ, അതേപോലെ കിച്ചുട്ടാ മോന് ടാറ്റു അടിക്കണോ ഇല്ലേ, മോന് പുതിയ ജട്ടി മേടിക്കണോ ഇല്ലേ, അമ്മ മേടിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് അവൻ ഇരുന്നോണ്ട് എല്ലാത്തിനും മൂളി കൊടുക്കണം. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, കിച്ചു ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്നോളാം, ഞാൻ പറയുന്നതിനെല്ലാം മോനങ്ങ് തലയാട്ടിയാൽ മതി, അത്രേ ഉള്ളെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവർ തന്നെ പറയുന്നുണ്ട് അത് പ്രായപൂർത്തിയായ ഒരു യുവാവല്ലേ, പ്രായപൂർത്തിയായ ചെറുക്കൻ അവൻ അവൻ്റെതായ താല്പര്യങ്ങളില്ലേന്ന് ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ അവൻ്റെതായ താല്പര്യത്തിന് നിങ്ങൾ വിട്ടുകൊടുത്തിട്ടാണ് സംസാരിച്ചിരുന്നത്. ഇതൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇറങ്ങി വന്ന് സംസാരിക്കാനുള്ള കാരണം നിങ്ങൾ A to Z കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് നിരത്തുന്നുണ്ടായിരുന്നു. മകൻ്റെ കാര്യം, കൊച്ചിൻ്റെ കാര്യം, അച്ഛൻ്റെ കാര്യം, മരിച്ചുപോയ സുചേട്ടൻ്റെ കാര്യം, നിന്റെ കരിയർ, നിന്റെ ജോലി, വർക്ക്, നിനക്ക് വരുന്ന കമൻറ്റ് തുടങ്ങിയ ഉറങ്ങുന്ന കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാമറയ്ക്ക് മുന്നിലിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന രേണു അല്ലേ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാനും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുണ്ട്. പിന്നെ എന്നിട്ട് വന്നിട്ട് അതെല്ലാം ഇപ്പം നെഗറ്റിവിറ്റികളെല്ലാം വന്നപ്പോഴത്തേക്കും അതെല്ലാം കണ്ടന്റ് ഹോളികൾ അവർക്ക് പൈസ കിട്ടുന്നു എന്ന് പറയാതെ, മുമ്പും രേണുവിന് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ കണ്ടന്റ് ഹോളികൾ തന്നെ. അപ്പോൾ കണ്ടന്റ് ഹോളികൾക്ക് ഈ കണ്ടന്റ് ഇട്ട് കൊടുത്തൊരു ഹോളിയായിരുന്നു രേണു. അതൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വേണം കിടന്നിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് രേണുസുധിയുടെ ഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതാണ് അതിഗംഭീരം, വർണ്ണ മനോഹരം, വർണ്ണജ്വലനം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇപ്പൊ ജെനുവിനായിട്ട് നിനക്കൊരു ആൻസർ കിട്ടി, അല്ലെങ്കിൽ ജെനുവിനായിട്ട് നിനക്കൊരു വീഡിയോ വന്ന്, അതായത് നിനക്ക് പ്രതികരിക്കേണ്ടതും നിനക്ക് ആൻസർ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിന്റെ മുന്നിലേക്ക് വന്ന്, ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്കിന് നിനക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പോയി, ഒന്നും തുറക്കാൻ പോയി, ആരുടെയും കമന്റ് ബോക്സ് എടുക്കേണ്ട. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ബിച്ചു ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ ഒന്ന് നോക്കിയാൽ മതി എനിക്കെതിരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ. അപ്പോഴൊക്കെ കമന്റ് വായിക്കാം, ഇപ്പൊ നിനക്ക് നോക്കാൻ വയ്യില്ലേ. അതാ പറഞ്ഞത്. മറ്റേ സാധനം ഉണ്ടല്ലോ,
ഉമ്പി തെറ്റി അവസാനം എൻ്റെ കാലിൻ്റെ അടിക്കുമെന്ന് പറയില്ല. ആ സാധനം ഇപ്പം നിനക്ക് ഇറങ്ങി അടിച്ചതാണ്. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. കാരണം രേണുസുതി മാത്രമാണ് രേണുസുതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഇട്ടിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി ആഗ്രഹിച്ചിരുന്നത് ഇതുപോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ തന്നെയാണ് രേണുസുതി ലൈം ലൈറ്റിൽ വീണ്ടും വീണ്ടും പിടിച്ചു നിന്നിരുന്നത്. നെഗറ്റിവിറ്റി കൂടെ വളരാൻ വേണ്ടിയിട്ട് രേണുസുതി മാത്രം നോക്കിക്കൊണ്ടിരുന്നതാ. അപ്പം നമ്മൾ കണ്ടന്റ് ചെയ്യണം. രേണുസുതിക്കെതിരെ വീഡിയോ വരുമ്പോഴത്തേനും നമ്മൾ കണ്ടന്റ് ചെയ്യരുത് എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളത്? രേണുസുതി ഒന്ന് ആലോചിച്ച് നോക്കേ, പ്രോപ്പറായിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കേ. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കും. ഈ കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ തത്തമ്മയായിട്ടിരുന്ന് കരയുന്ന ഒരു കരച്ചിൽ, അവിടെ ഫേക്കോട് കൂടി ക്രിയേറ്റ് ചെയ്തൊരു കരച്ചിൽ രേണുവിന് ആ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഒരു കരച്ചിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. അവർക്ക് ഏത് രീതിയിലെങ്കിലും ജനങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തേ പറ്റൂ. ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്ത് വിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആൾക്കാർ കേട്ടാൽ മതി. അവർക്ക് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. മറ്റേ മുഖ്യമന്ത്രി പറയുന്നത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയിടാ, അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പറയാനായിട്ട് മുഖ്യമന്ത്രി. ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത്. മട്ടിലോ? ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തെന്ന മട്ടിലോ? അപരാധം ചെയ്തില്ലേ? ആ ചെറുക്കൻ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഇത്രയും നാളത്തുണ്ടായിരുന്ന വിഷമം അടക്കി പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നീ ഒരു വില്ലത്തി ആയില്ലേ? എന്നിട്ട് അപരാധം ചെയ്തില്ലെന്നോ? എവിടെയാ പോയി കൈ എഴുതുന്നേ? കൂടെ നിന്നവർ പോലും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നില്ല. കൂടെ നിന്നവർക്ക് ഇതൊക്കെ പലതും അറിയാം. അതുകൊണ്ട് തന്നെ അവരിപ്പം നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കറങ്ങി വരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇതൊന്നും സ്റ്റേബിൾ അല്ലായിരുന്നു. കാരണം രേണു പ്രഹസനം മാത്രം കാണിച്ചുകൊണ്ടും അവസരങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടും മാത്രം ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് പിടി വീഴുമായിരുന്നു. ആ പിടിയാണ് ഇപ്പം കൃത്യമായിട്ട് വീണത്. അത് കൊല്ലം സുധിച്ചേട്ടൻ തന്നെ മകന്റെ രൂപത്തിൽ കിട്ടുന്നൊരു സാധനം. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ അടി കിട്ടത്തില്ലായിരുന്നു. മുഴുവനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലല്ല, മുതല കണ്ണീരുമായിട്ട് ഇറങ്ങി. എന്തൊക്കെയോ തെറ്റി പോകുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത്? അറിയത്തില്ലായിരിക്കും, എന്തറിഞ്ഞിട്ടാണ് എന്ന് വിളിക്കുന്നതെന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ രേണുസുധിയുടെ ഈ കരച്ചിലിനെ നമ്മൾ മാനിക്കണം. കാരണം ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിനെ തീർച്ചയായിട്ടും മാനിക്കണം. നമ്മൾ അതിനെ മാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതിനെ മാനിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ജീവിതത്തിൽ നടക്കുന്ന 99.9% എടുത്ത് പ്രദർശിപ്പിക്കാതിരിക്കുക. 1. 2. ജീവിതത്തിന്റെ വളർച്ചയിൽ കൊല്ലം സുധിയെ വീണ്ടും വീണ്ടും വലിച്ചു കയറ്റാതിരിക്കുക. 2. നിന്റെ വളർച്ചയ്ക്കകത്ത് കൊല്ലം സുധിയുടെ പേര്, കൊല്ലം സുധി ഇത്ര നാൾ ജീവിച്ച കാര്യങ്ങൾ, കൊല്ലം സുധിയുടെ മറ്റേ നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി തുടങ്ങിയ ഡയലോഗുകൾ കൊണ്ടുവരാതെ ഇരിക്കുക. സ്വന്തം നിലനിൽപ്പും സ്വന്തം കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ നോക്കുക. പിന്നെ ഈ ക്യാമറയും മറ്റേ കൊണാപ്ലിക്കേഷനും ഒക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നിന്റെ മുന്നിലേക്ക് വരുന്നവന്മാർക്ക് നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടുക, അതെടുത്ത് പുറത്തോട്ട് വിടുക, അപ്പോൾ ആരെങ്കിലും എടുത്ത് റിയാക്ഷൻ വീഡിയോ ഇടുക, കൂട്ടത്തിൽ അവന്മാരുടെ ചാനൽ വെച്ചിട്ട് വളരുക. ആ ഒരു ഒറ്റ വിചാരത്തോടു കൂടി മാത്രം നടക്കുന്ന അവൽ തീറ്റി മക്കളാണ്. അപ്പോൾ നീ എന്ത് വേണം? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയിട്ട് മറ്റുള്ള കൊണത്ത ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേന് അവന്മാരുടെ വാ അടപ്പിക്കുന്ന കണക്ക് തന്നെ തിരിച്ച് അവന്മാരുടെ മുഖത്ത് നോക്കി മറുപടി പറയാനായിട്ടുള്ളൊരു ധൈര്യം കാണിക്കണം.
ചിലപ്പോൾ അങ്ങനെ കാണിച്ച് ചിലപ്പോൾ നിന്റെ റീച്ച് പോകുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നിന്റെ ആവശ്യം നിനക്കെതിരെ ആരും വീഡിയോ ചെയ്യാതിരിക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യണം. വരുന്ന നെഗറ്റീവ് ചോദ്യങ്ങളെ എല്ലാം മറച്ച് തിരിച്ച് നീ നിന്റെ തന്തര എടുത്ത് ചോദിക്കണം, അത് അങ്ങോട്ട് ചോദിക്കണം. മനസ്സിലായോ? എന്നിട്ട് നിന്റെ നല്ല കാര്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് എടുക്കുക. നിന്റെ കൂടെ നടക്കുന്ന സർക്കിളിൽ നടക്കുന്ന കുറെ കുണച്ച ആൾക്കാരുണ്ട്, അവന്മാരെ എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് സ്വന്തം കാര്യം നോക്കി സ്വന്തം രീതിയിൽ നടക്കുക, സ്വന്തം റീച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് മരിച്ചുപോയ ആൾക്കാർ, മക്കള്, അച്ഛൻ, കുഞ്ഞമ്മ, കൊച്ചച്ഛൻ കാര്യങ്ങളൊന്നും എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാതെ നടന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ രേണു നിനക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ഈ ആത്മഹത്യ ഭീഷണി മുഴക്കാതെ തന്നെ ജീവിക്കാനായിട്ട് കഴിയും. അത് രേണുവിനെ കൊണ്ട് കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കുറയും. കമ്പാരിറ്റീവ്ലി അത് ഇല്ലാതെ തന്നെയാകും. നിന്നെക്കാട്ടിലും റീച്ച് മോഹൻലാലിനാണല്ലോ എന്നും പറഞ്ഞ് രാവിലെ എല്ലാവരും മോഹൻലാലിനെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നില്ലല്ലോ. കാരണം എന്താ? അവരവരുടേതായ കാര്യം നോക്കി അവരുടേതായ നിലനിൽപ്പ് നോക്കി നടക്കുന്നവരാ. നിന്നെക്കാട്ടിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതായത് എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പെണ്ണാണല്ലോ പേർപ്പിളിനെ എല്ലാവരും എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം പേർപ്പിളിന്റെ പേര് വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരും ചെയ്യുന്നത്. എന്തുകൊണ്ട്? നിന്നെക്കാട് സബ്സ്ക്രൈബേഴ്സ് കൂടിപ്പോയതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ചെയ്തില്ല. അവരെല്ലാം അവരുടേതായ കാര്യങ്ങൾ നോക്കി ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. കൂട്ടത്തിൽ നിനക്ക് ആ സബ്സ്ക്രിപ്ഷനൊക്കെ ഇട്ട് നിന്റെ കാര്യം നോക്കി പോയാൽ പോരെ. പിന്നെ അവിടെ സബ്സ്ക്രിപ്ഷൻ ഇടുകയും വേണം. ഇപ്പുറത്തെ ഇലയിൽ കൂടെ എനിക്ക് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ ഇല എടുക്കാനും എച്ചിൽ വാരാനും തിന്നാനും കൂട്ടത്തിൽ നീയും ഇറങ്ങി നിൽക്കുന്ന ഒരു പരിപാടി തന്നെ. അത്രയേ ഉള്ളൂ. ഇവിടെ നിന്റെ ജീവിതത്തിൽ ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം കാര്യത്തിൽ ഒരു അല്പം മാറ്റം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം മാറുന്നതായിരിക്കും.